بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الفرد الصمد الواحد الأحد الذي على فضله المعول وعلى كرمه المعتمد، الولي الذي هدى وأرشد ووفق وأسعد وأبان طريق الغي والرشد، خلق الإنسان ودبر الأكوان وهو على ما كان لا يتغير ولا يتجدد. أحمده سبحانه حمد عبد سلك الواضح الجدد وتخلى عن ظلمات اللجاج واللدد، وأشهد أن لا إله إلا الله وحده لا شريك له شهادة تسدد قائلها في كل قبول ورد، وأشهد أن سيدنا ومولانا محمدا عبده ورسوله السيد السند المختار المنتقى المفضل الأمجد، الذي بعث نبينا وآدم بين الروح والجسد، أفضل من لربه عبد. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. إلهي أمرت بالرجوع إلى الآثار، فارجعني بكسوة الأنوار وهداية الاستبصار حتى أرجع إليك منها كما دخلت إليك منها، مصون السر عن النظر إليها ومرفوع الحمة عن الاعتماد عليها، إنك على كل شيء قدير. ബഹുമാനപ്പെട്ട തർജുമാനുൽ ആരിഫീൻ അബുൽ ഫളൽ അശ്ശൈഖ് അഹ്മദ് ബിൻ അതാഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഉലൂമി അവരുടെ ഹിക്കമിലെ 248 ഹിക്മത്താണ് നാം ഇന്ന് ഓതുന്നത്. മഹാനവർകൾ പറയുന്നു, ഖൗമുൻ തസ്ബിഖു അൻവാറുഹും അദ്കാറഹും വഖൗമുൻ തസ്ബിഖു അദ്കാറുഹും അൻവാറഹും വഖൗമുൻ തതസാവാ അദ്കാറുഹും വഅൻവാറുഹും വഖൗമുൻ ലാ അൻവാറ വലാ അദ്കാർ നഊദു ബില്ലാഹി മിൻ ദാലിക്. ദാകിറുൻ ദക്കറ ലിയസ്തനീറ ബിഹി ഖൽബുഹു ഫകാന ദാകിറാ വദാകിറുൻ ഇസ്തനാറ ഖൽബുഹു ഫകാന ദാകിറാ വല്ലദീ ഇസ്തവത് അദ്കാറുഹു വഅൻവാറുഹു ഫബിദിക്രിഹി യുഹ്തദാ വബിനൂരിഹി യുഖ്തദാ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ മഹാന്മാരായ ഔലിയാക്കൾ അവർക്കുള്ള 4 രീതികൾ
4 രൂപത്തിലുള്ള ഔലിയാക്കൾ, അവരെയാണ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. 4 വിഭാഗമാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. ഞാൻ ഈ വായിച്ച ഈ 248ാമത്തെ ഹിക്മത്ത് ഇതുപോലെയാണ് ഇബ്നു അജീബ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈഖാദുൽ ഹിമമിൻ്റെ തുടക്കത്തിൽ ഹിക്മ മുഴുവനും കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ നിലക്ക് 4 വിഭാഗമായി തിരിച്ചിട്ടാണ് ഈ ഭാഗത്തുള്ളത്. ഏകദേശം ഷർക്കാവിയുടെ റിവായത്തും നുസ്ഖയും ഇങ്ങനെ തന്നെയാണ്. മറ്റ് ചിലതിൽ ചില അദ്ഫുകളുണ്ട്. ആ 4ാമത്തെ വിഭാഗത്തെ പറയുന്നോടത്ത് അഊദു ബില്ലാഹി മിൻ ദാലിക എന്ന് ചിലതിലുണ്ട്, ചിലതിലില്ല. മഹാനവർകൾ പറയുന്നു, ഖൗമുൻ, ഒരു വിഭാഗം. തൻവീനിക്കാവുമ്പോൾ നക്കിറമുക്താവാൻ പറ്റില്ല, അങ്ങനെ നക്കിറമുക്തമായി വരുന്നത്. തസ്ബിഖു അൻവാറുഹും അദ്കാറഹും. തസ്ബിഖു അൻവാറുഹും, അവർക്കുള്ള നൂറുകൾ മുൻകടക്കും. അദ്കാറഹും, അവർക്കുള്ള ദിക്റുകൾക്ക്. അല്ലാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വിഭാഗമാണ് ആ പറയുന്നത്. അൻവാറ് സാബിക്കാകും. അദ്കാറഹും, അവർക്കുള്ള ദിക്റുകൾക്ക്. ഇതിനു മുമ്പത്തെ ഹിക്മത്തിലെല്ലാം നാം വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ മജ്ദൂബികളെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. 244ാമത്തെ ഹിക്മത്ത് വിശദമായ ചർച്ചകൾ നടന്നു പോയിട്ടുണ്ട്. ആ മജ്ദൂബീങ്ങളെ പറ്റിയാണ് ഈ 1ാമത്തെ വിഭാഗം. അവരാണ് 1ാമത്തവർ. ഖൗമുൻ തസ്ബിഖു അൻവാറുഹും, അവർക്കുള്ള അൻവാറ് സാബിക്കാകും. അദ്കാറുഹും, അവർക്കുള്ള ദിക്റുകൾക്ക്. അതായത് അവർ ദിക്ർ ചെല്ലാൻ തുടങ്ങൽ, അവർക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള നൂറ് കൊണ്ട് ഹൃദയം പ്രകാശിച്ചു. അവർക്ക് എല്ലാ മഅലൂമാത്തും ലഭിച്ചു. അവർ ആരിഫീങ്ങളായി. ആ ആരിഫീങ്ങൾ ആയതിൻ്റെ ശേഷം ദിക്ർ തുടങ്ങുന്ന വിഭാഗം. അൻവാർ സാബിക്കും അദ്കാർ മസ്ബൂക്കുമായ വിഭാഗം. അവരാണ് മുമ്പ് നാം പറഞ്ഞ മജ്ദൂബീങ്ങൾ. മത്തനിൽ പറഞ്ഞ മജ്ദൂബ്. സാധാരണ നമ്മൾ പറയുന്ന ആ കഥയില്ലാത്തവർ, അല്ലെങ്കിൽ മറ്റേ ദിക്ർ ചൊല്ലി മഖ്സൂലത്തിന് മുമ്പ് ബുദ്ധി താളം തെറ്റിയവർ എന്നർത്ഥത്തിലുള്ള മജ്ദൂബേ അല്ല ഇവിടെ പറയുന്നത്. ഇതിൻ്റെ മുമ്പ് പറഞ്ഞതും ആ മജ്ദൂബേ അല്ല. ഇവിടെ പറയുന്നത് എന്താ? അല്ലാഹു യസ്തബീ മൻ യശാ, അല്ലാഹു ഉദ്ദേശിച്ചവരെ ഇജ്തിബാഉ ചെയ്യും. ആ ഇസ്തിബാഉ ചെയ്യും എന്ന് പറയുന്ന ആ വിഭാഗത്തിൽപ്പെട്ടവരാണത്. ആ ഇസ്തിബാഉ ചെയ്യുന്ന വിഭാഗം, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവർ ആരിഫീങ്ങളായി മാറുന്നു. ബഹുമാനപ്പെട്ട ഫുളൈൽ ഇബ്നുൽ ഇയാദ് റളിയല്ലാഹു അൻഹു വിചരിക്കാൻ വേണ്ടി പോകുമ്പോൾ, അല്ലെങ്കിൽ തത്തുല്യമായ വല്ല തെറ്റും ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് എന്ന ആയത്ത് കേൾക്കുന്നത്. അതോടുകൂടെ മഅരിഫത്തിന്റെ അങ്ങേ തലയിലെത്തുകയും, ആയിരേ എന്ന് വെച്ചപ്പോൾ നഅം യാ റബ്ബ്, ആയിട്ടുണ്ട് റബ്ബേ എന്ന് പറഞ്ഞ് മതിൽമേലിൽ നിന്ന് മതിലെടുത്ത് ചാടാൻ വേണ്ടി ഒരുങ്ങുന്ന അവർ മതിലിൽ നിന്ന് പിന്നോട്ട് മാറി. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ദിക്റുകളിലായി സ്വലാകുന്നു. അങ്ങനെയുള്ള വിഭാഗം, ഇസ്തിബാഉ ചെയ്യപ്പെട്ട വിഭാഗം, അവരെ സംബന്ധിച്ചാണ് ഇവിടെ മജ്ദൂബീങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് മഅരിഫത്തിലേക്ക് വലിച്ച് ഏക്കപ്പെട്ട ആളുകൾ. അതാ മജ്ദൂബ്, ജദ്ബ് ചെയ്യപ്പെട്ട ആളുകൾ. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. വ ഖൗമുൻ, മറ്റൊരു വിഭാഗം. തസ്ബിഖു അദ്കാറുഹും, അവർക്കുള്ള ദിക്റുകൾ സാബിക്കാകും. അൻവാറഹും, അവർക്കുള്ള നൂറുകൾക്ക്, മഅരിഫത്തുകൾക്ക്. 2ാമത്തെ വിഭാഗം അവരാണ്. അവർ ദിക്റുകൾ സാബിക്കായി ധാരാളം ദിക്റുകൾ ചൊല്ലി. ദിക്ർ എന്ന് പറഞ്ഞാൽ
ഖൗലുൻ യുസാബു ഖായിലുഹു, ഇതാണല്ലോ അതിൽ റാജിഹായ അഭിപ്രായം. അത് പറഞ്ഞവനിക്ക് കൂലി നൽകപ്പെടുന്ന വാക്കുകൾ ഒക്കെ ദിക്റുകളാണ്. വഅളും തസ്ബീഹും സ്വാലിഹീങ്ങളെ സംബന്ധിച്ച് പറയലും സ്വലാത്ത് ചൊല്ലലും എല്ലാം ഉൾക്കൊണ്ടത്. അങ്ങനെ ദിക്ർ സാബിക്കാകുന്ന വിഭാഗം, അതിൻ്റെ ശേഷമാണ് അവർക്ക് അൻവാർ വരിക. അവരെ സംബന്ധിച്ചാണ് അത് രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് സാലിക്കീങ്ങൾ, രണ്ട് വാസിലീങ്ങൾ. വളരെ വിശദമായി ഷൂറായി വിഷയം പറയുന്നുണ്ട്. ഈ പറഞ്ഞ വിഷയം ആളുകൾ അവർ ഏതെങ്കിലും ഒരു ശൈഖ് മുഖേന അവർ ദിക്ർ ചെല്ലും. ദിക്ർ ചൊല്ലി അവരുടെ കൽബിലേക്ക് മഅരിഫത്ത് വരും. അവർ വാസിലീങ്ങളായി മാറും. അവരുടെ തുടക്കവും അങ്ങനെ തന്നെയാണ്. പിന്നെ വാസിലീങ്ങളായാലും അവർ ദിക്റിലായി കൊണ്ടേയിരിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ വിഭാഗം ഒന്നാമത്തെ വിഭാഗമാണ് നാം നേരത്തെ പറഞ്ഞത്. വല്ലാഹു യസ്തബി ഇലൈഹി മൻ യശാ യഖ്തസ്സു ബിറഹ്മതിഹി മൻ യശാ, അതാണ് ഒന്നാം വിഭാഗം. രണ്ടാം വിഭാഗം വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ, അവർ നല്ലവണ്ണം ജിഹാദ് ചെയ്യേണ്ടി വരും. നഫ്സിനെ എല്ലാ നിലക്കും കീഴടക്കേണ്ടി വരും. നഫ്സുമായുള്ള യുദ്ധം, അതിൻ്റെ ഓരോ മർത്തബകൾ, ഓരോ അഖബകൾ മുറിച്ച് കടന്നു. അങ്ങനെ ദിക്റിലായി അവർക്കുള്ള സമയങ്ങളെ മുഴുവനും ചെലവഴിച്ചു. റിയാദ, മുജാഹദ, സുഹദ്, ഉസ്ലത്ത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്ത് അവർക്ക് അദ്കാർ സാബിക്കായി. പിന്നീട് അവർക്ക് നൂറ് വരുന്ന ആളുകൾ, അവർക്ക് മഅരിഫത്ത് ലഭിക്കുന്ന ആളുകൾ, ഇങ്ങനെയുള്ളൊരു വിഭാഗവുമുണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ കൂട്ടത്തിൽ. മറ്റൊരു വിഭാഗം, ഏറ്റവും പവർ കൂടിയ വിഭാഗം ഇനി പറയാൻ പോകുന്നതാണ്. വഖൗമുൻ, ഒരു കൗമാകുന്നത് തതസാവാ അദ്കാറുഹും വഅൻവാറുഹും, അവർക്കുള്ള അദ്കാറുകളും അൻവാറുകളും സമമായി വരും. ഏതാ ആദ്യം വന്നത്? രണ്ടും ഒപ്പം വന്നതാണ്. ഒന്ന് മറ്റൊന്നിനക്ക് സാബിക്കല്ല. ഒന്ന് സാബിക്കും ഒന്ന് മസ്ബൂക്കുമല്ല. അദ്കാറും അൻവാറും ഒപ്പം വരുന്ന വിഭാഗം, അതാണ് ഏറ്റവും ഉയർന്നവർ. അവരാണ് അള്ളാഹുവിൻ്റെ അമ്പിയാക്കൾ. അങ്ങനെയാണ് അവർ ജനിക്കുന്നത് തന്നെ അൻവാറുള്ളവരായിട്ടാണ്. അവർ ജനിക്കുമ്പോൾ തന്നെ അവർ ദാഖിരീങ്ങളായിട്ടാണ്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രത്തിൽ അത് കാണാം. കുട്ടിയാകുമ്പം തന്നെ ഷഹാദത്ത് കലിമ പഠിച്ചും കൊണ്ട് ഇന്നി അബ്ദുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അവിടെ ഭൂമിയിലേക്ക് പറന്നു വെക്കുന്നത്. അവർക്ക് ചെറുപ്പത്തിലെ ആ ദിക്ർ അവരുടെ നാവിൽ വന്നുകൊണ്ടേയിരിക്കും. അവർ അൻവാറുള്ളവരാ. അമ്പിയാക്കൾ മുഴുവനും അക്കൂട്ടത്തിൽപ്പെട്ടവരാണ്. അതുപോലെ തന്നെ അമ്പിയാക്കളല്ലാത്ത ചില ഔലിയാക്കൾ, അവരും അങ്ങനെ തന്നെയാണ്. ജനിച്ച് വീഴുന്നതിൻ്റെ മുമ്പ് തന്നെ അവർക്ക് അദ്കാറും അൻവാറുമുള്ള വിഭാഗം. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് പറഞ്ഞല്ലോ, അനാ മിൻ ഖബ്ലി വുജൂദി കുന്തു കുത്ബൻ ഫീ നുത്ഫത്തിൽ ആബാഇ എന്നല്ലോ. അങ്ങനെയുള്ളൊരു വിഭാഗമുണ്ട്. അവർക്ക് മഅസിയത്ത് സാബിക്കാവൂല. അവർക്ക് നിന്ന് ഒരു തെറ്റുമുണ്ടാവൂല. അങ്ങനെയുള്ള ഔലിയാക്കളാണ് കുട്ടികളായ കാലത്ത് തന്നെ കറാമത്തുകൾ കാട്ടിയിരുന്നവർ, അത്ഭുതങ്ങൾ കാട്ടിയിരുന്നവർ, അമ്പിയാക്കളമാരി തന്നെ. അങ്ങനെയുള്ളൊരു വിഭാഗമുണ്ട്. മൂന്നാമത്തെ വിഭാഗമാണത്. വഖൗമുൻ തതസാവാ അദ്കാറുഹും വഅൻവാറുഹും, അവർക്കുള്ള അദ്കാറും അൻവാറും സമമായി വരുന്ന വിഭാഗം. അവരുടെ ഭാഗത്തിൽ നിന്ന് യാതൊരു തെറ്റുകളോ യാതൊരു വേണ്ടായ്മയോ അവരുടെ ജീവിതത്തിലുണ്ടാവൂല. ചെറുപ്പം മുതൽ അവർ വഫാത്ത് വരെ അവർ പരിശുദ്ധരായി വരും. അങ്ങനെയുള്ള അമ്പിയാക്കൾ
മറ്റല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അനുഗ്രഹം ചെയ്ത ചില ഔലിയാക്കൾ എന്നുള്ള ചിലർ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹത്തുക്കൾ 3 വിഭാഗമായി. ഇവരാണ് ഈ മൂന്നാമത്തെ വിഭാഗമാണ് ഏറ്റവും അത്യുത്തമർ. അവരെ സംബന്ധിച്ച് ഇതിന്റെ ലാസ്റ്റ് ഭാഗത്ത് വരാൻ പോകുന്നുണ്ട്. വഖൗമുൻ, നാലാമത്തെ ഒരു വിഭാഗം, ഇവരും അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടവർ തന്നെയാണ്. ഒരു വിഭാഗം മറ്റേ ഔലിയാക്കളല്ലാത്ത പോത്ത് പോലെയുള്ള മനുഷ്യന്മാർ, അല്ലെങ്കിൽ കാഫിരീങ്ങൾ, ശ്രദ്ധാലുക്കളല്ലാത്തവർ, അവരെ പറ്റിയുള്ള ചർച്ചയില്ലല്ലോ, അത് ഹിക്കമാണ്. ഈ പറയുന്ന കൗമ നാലാമത്തെ കൗമ, ഒരു വിഭാഗം, ലാ അൻവാറ വലാ അദ്കാറ, അവർക്ക് അൻവാറുമില്ല അദ്കാറുമില്ല, അവർക്ക് മഅരിഫത്തും ഇല്ല ദിക്റുമില്ല, രണ്ടുമില്ലാത്തൊരു വിഭാഗം. അങ്ങനെ ഒരു വിഭാഗവുമുണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കളെ കൂട്ടത്തിൽ. ഇത് തോന്നിപ്പോകും ഏതെങ്കിലും ദുഷ്ടന്മാരെ സംബന്ധിച്ചാണോ ഈ പറയുന്നത്. അങ്ങനെയല്ല. സംഭവം എന്താ? അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ടൊരു വിഭാഗമാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ട്രോളപ്പെടുന്ന, അല്ലെങ്കിൽ മുജാഹിദിനെ പോലെയുള്ള, ജമാഅത്തെ ഇസ്ലാമിനെ പോലെയുള്ള പുത്തൻവാദികൾ കളിയാക്കുന്നൊരു വിഭാഗമുണ്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളെ കൂട്ടത്തിൽ. അവർക്ക് അൻവാറുമില്ല അദ്കാറുമില്ല, അവർക്ക് മഅരിഫത്തില്ല, അവർക്ക് ദിക്റില്ല, അവർക്ക് തക്ലീഫ് എന്നല്ല. അൻവാറുമില്ല അദ്കാറുമില്ല, തക്ലീഫില്ലാത്തൊരു വിഭാഗം. മനുഷ്യന്മാരെ കൂട്ടത്തിൽ മന്ദബുദ്ധികളുള്ളത് പോലെ അള്ളാഹുവിന്റെ ഔലിയാക്കളെ കൂട്ടത്തിലുള്ളൊരു വിഭാഗം. അവര് ദിക്ർ ചൊല്ലിയവരായിരുന്നു. അവർ അങ്ങനെ ദിക്ർ ചൊല്ലി, മുസ്ലിമീ ശഹാദത്ത് കലിമ ചൊല്ലി, ദിക്ർ ചൊല്ലി അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിച്ചു. പക്ഷേ ഇടക്ക് വെച്ച് അവർക്ക് വാസിലാവാൻ കഴിഞ്ഞില്ല. അവർക്ക് ബുദ്ധിക്ക് എന്തോ തകരാറ് സംഭവിച്ചു പോയി. മുന്നോട്ട് ഗമിക്കാൻ കഴിയാത്ത വിഭാഗം. എന്നാലോ അവര് എന്തെങ്കിലും പറഞ്ഞാൽ അവരുടെ ലക്ഷ്യം നല്ലതോടുകൂടെ മുന്നോട്ട് പോയി. മനുഷ്യന്മാരിൽപ്പെട്ട ചില ആളുകൾക്ക് അവസാന കാലത്ത് ബുദ്ധി നഷ്ടപ്പെടുന്നവരെ മാതിരി, ചന്നിയുണ്ടാകുന്ന മാതിരി, ഇബാദത്ത് ചെല്ലാൻ കഴിയാത്ത ബോധക്കേടുണ്ടാകുന്ന ചില ആളുകളുണ്ടല്ലോ. അവരുടെ സ്ഥിതി എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരാൾക്ക് രോഗം വന്നു, അല്ലെങ്കിൽ യാത്രയിലായി, അങ്ങനെയുള്ള ആളുകൾ അവര് ആ രോഗം വരുന്നതിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ യാത്രക്കാരായി മഅ്ദൂറീങ്ങളാകുന്നതിന് മുമ്പ് എന്തെല്ലാം ചെയ്തിരുന്നോ അതെല്ലാം അവർക്ക് എഴുതപ്പെടും, ചെയ്യുമ്പോൾ എഴുതപ്പെടും. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ മരിദൽ അബ്ദു ഔ സാഫറ കുതിബ ലഹു മിസ്ലു മാ കാന യഅമലു മുഖീമൻ സഹീഹാ. ഒരു അടിമ, അല്ലാഹുവിന്റെ അടിമ രോഗിയായി അല്ലെങ്കിൽ യാത്രക്കാരനായാൽ, അവൻ യാത്രക്കാരനാകുന്നതിൻ്റെ മുമ്പ്, അല്ലെങ്കിൽ രോഗം വരുന്നതിൻ്റെ മുമ്പ് അവനിക്ക് എന്തെല്ലാം എഴുതപ്പെട്ടിരുന്നോ അത് മുഴുവനും എഴുതപ്പെടും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ് 2996 ഹദീസാണത്. അത് എല്ലാവർക്കും ബാധകമാണ്. അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലനെ മനസ്സിലാക്കാൻ വേണ്ടി മുന്നോട്ട് പോയി. അതിൽ അവരുടെ മനസ്സ് പരിഭ്രമിച്ചു, ഹൈറാനിയത്തിലായി. അങ്ങനെ അവർക്ക് ലക്കില്ലാതെ ആയ വിഭാഗം, ലെവലില്ലാത്ത വിഭാഗം. എന്നാൽ അവർക്ക് ലാഹിർ പ്രകാരം ഒരു ഭക്ഷണം കഴിക്കുന്നുണ്ടാകും. അവര് ഒരു മന്ദബുദ്ധി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവർ ചെയ്യുന്നുണ്ടാകും. അതിലേറെ ദുന്യാവിന്റെ വിഷയത്തിൽ അവർക്ക് ദഖലുണ്ടായേക്കാം. പക്ഷേ അവർക്ക് നിസ്കാരം അവർക്കില്ല, നോമ്പ് അവർക്കില്ല, തസ്ബീഹ് അവർക്കില്ല, ഒന്നുമില്ല.
മഅരിഫത്തുമില്ല. പക്ഷേ അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് നടന്നെന്ന് വരാം. അങ്ങനെയുള്ളൊരു വിഭാഗം അവരെയാണ് അധികവും പൊതുജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ പറയാനും മറ്റുള്ളവരും കിട്ടുന്നവർ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് ദിക്ർ കൊണ്ട് സ്വലാവേണ്ട ആവശ്യമില്ല. കാരണം അവർക്കത് അറിയില്ല. അത് ലഭിച്ചവരല്ല അവർ, ആ മർത്തബയിലെത്തിയിട്ടില്ല അവർ. അതുകൊണ്ട് തന്നെ അവരുടെ മുഴുവൻ സമയം ഏതെങ്കിലും ജനങ്ങളുമായി ഇടപഴകിയും കൊണ്ടേയിരിക്കും. അവർ പറയുന്ന വാക്കുകൾക്ക് കഥ ഉണ്ടാവാം, കഥ ഇല്ലാതിരിക്കാം. പക്ഷേ അവരെ സംബന്ധിച്ച് അവർ മക്കത്ത് നിന്ന് നിസ്കരിക്കുന്നവരാണ്, അല്ലെങ്കിൽ മദീനത്ത് പോയി നിസ്കരിക്കുന്നവരാണ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് വിഡ്ഢിത്തരമാണ് ആ പറച്ചില്. ഞാൻ പറയുന്നത് മക്കത്തോ മദീനത്തോ പോയി നിസ്കരിക്കുന്നവരില്ല എന്നല്ല. നമ്മുടെ കേരളത്തിലുള്ള ഒരാള് അയാൾ ഇവിടെ ളുഹ്ർ വാങ്ങി കൊടുത്തപ്പോ ഇവിടെ നിസ്കരിക്കാതെ മക്കത്ത് പോയി നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ, മക്കത്ത് പോയി നിസ്കരിക്കാതെ ളുഹ്ർ വാങ്ങി കൊടുത്തിട്ടില്ല അവിടെ ളുഹ്ർ വാങ്ങി കൊടുക്കുമോ? 2-2.5 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ അവിടെ ളുഹ്റാവുള്ളൂ. അപ്പോൾ ഇവിടെ അസറാവൂലേ? ഇപ്പൊ മക്കത്ത് നിന്ന് ളുഹ്ർ നിസ്കരിക്കണമെങ്കിൽ അവിടെ ളുഹ്റിന്റെ ടൈം ആവണം. അവിടെ ളുഹ്റിന്റെ ടൈം ആകാതെങ്ങനെ അവിടെ നിസ്കരിക്കുക? ഇവിടെ ഉള്ള ആള് ഇവിടെ ളുഹ്ർ വാങ്ങി കൊടുക്കുമ്പോൾ ളുഹ്ർ നിസ്കരിക്കണ്ടേ? പിന്നെ തഅദ്ദുദുൽ അജ്സാദ്, അത് വേറെ ലോകമാണ്. ഇവിടെ ഉള്ള സടി ഇവിടെ നിസ്കരിക്കുക തന്നെ വേണം, വേറെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ വാങ്ങിക്കൊടുത്തതിൻ്റെ ശേഷം ഇവിടുത്തെ ളുഹ്ർ നിസ്കരിച്ചോളണം. അവിടെ അസർ ളുഹ്ർ വാങ്ങി കൊടുക്കുമ്പോൾ ഇവിടെ അസർ വാങ്ങാർക്കും ആളിവിടെ അല്ലേ ഉള്ളത്? ചിന്തിക്കേണ്ട വിഷയമാണ്. ഇതാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഖൗമുൻ ലാ അൻവാറ വലാ അദ്കാർ. അൻവാറുമില്ല, അദ്കാറുമില്ല, സ്വയബുദ്ധി ഇല്ലാത്തവരാണ് അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചു. അതിൻ്റെ ഇടയിൽ അവർക്ക് എന്തോ ബുദ്ധി തെറ്റിപ്പോയി. ഇങ്ങനെയുള്ള വിഭാഗത്തിലേക്ക് നമ്മുടെ ഭാഷയിൽ ഇമാം ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി പറഞ്ഞ മജ്ദൂബല്ലാത്ത അവർ മജ്ദൂബീങ്ങളാണ് എന്നൊരു പ്രയോഗമുണ്ട്. അവർക്ക് അൻവാറുമില്ല, അദ്കാറുമില്ല, നോമ്പുമില്ല, നിസ്കാരമില്ല, മാരിഫത്തുമില്ല. എന്നാൽ അവരെടുത്ത് പോയി അവർക്ക് കേൾവി ഉണ്ടാകും, കാഴ്ച ഉണ്ടാകും. എന്തെങ്കിലും പറഞ്ഞാൽ അതിനൊക്കെ അവർ മറുപടി പറയും. പറഞ്ഞാൽ ചിലപ്പോൾ അത് കുറ്റത്തിൽ കൊള്ളും, ചിലപ്പോൾ കുറ്റത്തിൽ കൊള്ളൂല. നിങ്ങളുടെ വിഭാഗമുണ്ട് ഔലിയാക്കളെ കൂട്ടത്തിൽ. അവരെ കളിയാക്കാനും പോണ്ട, നിസാരമാക്കാനും പോണ്ട. അവരെന്താണ്? അവരെ ചുറ്റിപ്പറ്റി പലതും പറഞ്ഞു നടക്കുന്ന ആളുകളുണ്ടാകും. അവരെ പറ്റി പറഞ്ഞോളി, ഇവരെ പറ്റി പറയണ്ട. കാരണം അവർക്ക് അൻവാറുമില്ല, അദ്കാറുമില്ല, സ്വയബുദ്ധി ഇല്ലാത്ത വിഭാഗമാണ്. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നഊദു ബില്ലാഹി മിൻ ദാലിക്. ഈ മൂന്നാമത്തെ വിഭാഗമാകുന്ന അൻവാറുമില്ല, അദ്കാറുമില്ലാത്തൊരവസ്ഥ, ആ അവസ്ഥയെ തൊട്ട് ഞാൻ കാവൽ തേടുന്നു. നഊദു ബില്ലാഹി മിൻഹും എന്നല്ല അവിടെ പ്രയോഗം, വളരെ ശ്രദ്ധിക്കേണ്ട പ്രയോഗമാണ്. നഊദു ബില്ലാഹി മിൻ ദാലിക്. അൻവാറും അദ്കാറും ഇല്ലാത്ത ഒരു അവസ്ഥയെ തൊട്ട് നാം കാവലിനെ തേടുന്നു. നമുക്ക് മരണം വരെ അല്ലാഹുവിന്റെ അമ്പിയാക്കളെ മാതിരി, കാമിലായ ഔലിയാക്കളെ മാതിരി ഷഹാദത്ത് കലിമ ചൊല്ലിയും കൊണ്ടുവന്ന് മരണപ്പെട്ടു പോവണം. പൂർണ്ണ ബോധത്തോടു കൂടെ മരണപ്പെട്ടു പോവണം. എപ്പോഴും ദാക്കിറായിരിക്കണം. ദുനിയാവിൽ ജീവിക്കുന്ന കാലം എത്രയുണ്ടോ ആ കാലം മുഴുവനും ദാക്കിറാവണം. ചന്നിപ്പിര ചന്നി, അത്തും വിത്തും ഇത് കാവലിന് തേടുന്ന വിഷയമല്ലേ? ഭ്രാന്ത് കാവലിന് തേടേണ്ട വിഷയമല്ലേ? എന്ന മാതിരി തന്നെ അദ്കാറും അൻവാറും ഇല്ലാത്തൊരവസ്ഥയെ തൊട്ട് കാവലിനെ തേടേണ്ടതാണ്. കാവലിനെ തേടണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പക്ഷെ അതൊരു കൗമാണ്. അവരെ സംബന്ധിച്ച് നിസ്സാരമാക്കാൻ പോണ്ട. എന്നാൽ അവരെ പിന്നിൽ കൂടണോ? വേണമെങ്കിൽ കൂടിക്കോ. കൂടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ വക്കൽ നിന്ന് വല്ലതും ലഭിച്ചെന്ന് വരാം, ചിലപ്പോൾ ഒന്നും ലഭിച്ചില്ല എന്ന് വരാം, ചിലപ്പോൾ കുരുത്തക്കൾ പറ്റിയെന്ന് വരാം. അതൊരു വിഭാഗമാണ്. ഖൗമുൻ ലാ അൻവാറ വലാ അദ്കാർ. നഊദു ബില്ലാഹി മിൻ ദാലിക്. ഈ ഒരു അവസ്ഥയെ തൊട്ട് ഞാൻ അല്ലാഹു നമ്മൾ കാവലിനെ തേടുന്നു. ഇനി ഇതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുകയാണ് മഹാനവറുകൾ.
ബിനത്താഹില്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ പറഞ്ഞതിൻ്റെ വിശദീകരണം, ഈ 4 വിഭാഗത്തിൻ്റെ വിശദീകരണം. ദാകിറുൻ ദക്കറ ലിയസ്തനീറ ബിഹി കൽബുഹു ഫകാന ദാകിറാ. ദാകിറുൻ ഒരു ദിക്ർ ചൊല്ലുന്നവൻ, ദക്കറ അവൻ ദിക്ർ ചൊല്ലി, ലിയസ്തനീറ ബിഹി ആ ദിക്ർ കൊണ്ട് പ്രകാശം ഉടേതാവാൻ വേണ്ടി, കൽബുഹു അവന്റെ കൽബ്, അവന്റെ കൽബിനിക്ക് മഅരിഫത്ത് ലഭിക്കാൻ വേണ്ടി ദിക്ർ ചൊല്ലുന്ന മഹത്തുക്കളുണ്ട്. ഫകാന അപ്പോൾ അവനായി ആ ദാക്കിറായി, ദാക്കിറാ എപ്പോഴും ദിക്ർ ചൊല്ലുന്നവനായി. കാരണം തവാമിനെ ഫായിദപ്പിക്കാനാണ് കാന. അവന്റെ കൽബിൽ മഅരിഫത്ത് ലഭിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ നൂറു തജല്ലി അവനിക്ക് വേണം, മുശാഹദ അവനിക്ക് വേണം, അവൻ ആരിഫാവണം, അള്ളാഹുവിനെ ലഭിക്കണം. മറ്റൊന്നും ലഭിക്കൽ ലക്ഷ്യമില്ല. അള്ളാഹുവിൻ്റെ മഅരിഫത്ത് ലഭിക്കാൻ വേണ്ടി അവൻ ദിക്ർ ചെല്ലുന്നു. അങ്ങനെ ചെല്ലുന്നവൻ ഫകാന ദാക്കിറാ, അവൻ മുഴു സമയം ദാക്കിറാകും. കാരണം അവൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യം എന്താ? അവൻ്റെ മഅരിഫത്ത് ലഭിക്കണം, അള്ളാഹുവിൻ്റെ പൂർണ്ണമായ ഇഷ്ടദാസനായി വരണം. അവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ നൂറു തജല്ലി ലഭിക്കണം എന്ന് ലക്ഷ്യം വെച്ച് ദിക്ർ ചെല്ലുന്നവൻ ഫകാന ദാക്കിറാ, അവൻ എപ്പോഴും ദാക്കിറാകും. അള്ളാഹുവിനിക്ക് പൊരുത്തമില്ലാത്ത ഒരു കാര്യവും അവനിൽ നിന്ന് വരൂല. വദാക്കിറുൻ മറ്റൊരു ദാക്കിർ, ഇസ്തനാറ കൽബുഹു അവന്റെ കൽബ് പ്രകാശിച്ചു, ഫകാന ദാക്കിറാ അപ്പോൾ എപ്പോഴും ദാക്കിറായി. ഈ പറയുന്നത് ആദ്യം പറഞ്ഞത് സാലിക്കിന്റെ സ്വഭാവമാണ്, വാസിലിന്റെ സ്വഭാവമാണ്, സുലൂക്കിൽ കൂടെ വാസിലായ സ്വഭാവമാണ്. ദാക്കിറുൻ ദക്കറ ലിയസ്തനീറ ബിഹി കൽബു ഫകാന ദാക്കിറാ. മറ്റൊരു ദാക്കിർ, അവന്റെ കൽബ് പ്രകാശം ലഭിച്ചതാ, പ്രകാശം ലഭിച്ച കൽബാണ്, മഅരിഫത്ത് ലഭിച്ചവനാണ്. ഫകാന ദാക്കിറാ അവൻ എപ്പോഴും ദാക്കിറായി. അവന്റെ മനസ്സിൽ നിന്ന് അവനിക്ക് ദിക്ർ എന്ന് പറയുന്നത് അവന് ശ്വാസം വിടുന്ന മാതിരിയാണ്. മഅരിഫത്ത് ലഭിച്ച അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ സ്വഭാവം അങ്ങനെയാണ്. അവർക്ക് ദിക്ർ എന്ന് പറയുന്നത് സാധാരണക്കാർ ശ്വാസം വിടും പോലെയാണ്. അത് എപ്പോഴും അതിൽ തന്നെയായിരിക്കും. അവര് ശരീരം മുഴുവനും ദാക്കിറായിരിക്കും. വാഴ ദാക്കിറാകും, അവന്റെ ഹൃദയം ദാക്കിറാകും, അവന്റെ ബുദ്ധി ദാക്കിറാകും, അവന്റെ ശരീരങ്ങൾ എല്ലാം ദാക്കിറാകും, അവന്റെ രക്തം വരെ ദാക്കിറാകും. ധാരാളം ഉദാഹരണങ്ങൾ ഇതിന്റെ മുമ്പത്തേക്ക് മത്തിൽ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. വല്ലദിസ്തവത് അദ്കാറുഹു അൻവാറുഹു മൂന്നാമത്തെ വിഭാഗമാണ് ഈ പറയുന്നത്. വല്ലദീ ഒരു വിഭാഗം മഹത്തുക്കൾ, ഇസ്തവത് അദ്കാറുഹു വ അൻവാറുഹു അവരുടെ ദിക്റുകളും അൻവാറുകളും രണ്ടും തുല്യമാണ്, സമമാണ്. ഏതേ ആദ്യം വന്നത് എന്ന ചോദ്യമില്ല അവിടെ. അവർ ദാക്കിറാകുമ്പോൾ തന്നെ ആരിഫീങ്ങളാണ്, അവർ ആരിഫാവുമ്പോൾ തന്നെ അവർ ദാക്കിരീങ്ങളാണ്. ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവർ ദാക്കിരീങ്ങളാണ്, പരിശുദ്ധരാണ് അവർ. അങ്ങനെയുള്ള ആളുകളാകുന്നത് ഫബിദിക്രിഹി അവരുടെ ദിക്ർ കൊണ്ട് യുഹ്തദാ ഹിദായത്താകപ്പെടും. വബിനൂരിഹി അവരെ നൂറിനോട് യുക്തദാ തുടരപ്പെടുകയും ചെയ്യും. മഹാന്മാരായ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, അങ്ങനെയുള്ള മഹത്തുക്കൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മഹാന്മാരായ പ്രത്യേകക്കാരായ ഖവാസുൽ ഖവാസുൽ ഖവാസ് എന്ന് പറയണവരെ പറ്റി, അങ്ങനെയുള്ള ഏറ്റവും ഒറ്റപ്പെട്ട വിഭാഗം അവരെ ദിക്ർ കൊണ്ട് ഹിദായത്താക്കപ്പെടുകയും അവരെ നൂറിനോട് തുടരപ്പെടുകയും ചെയ്യും. അവരെ ദിക്ർ കൊണ്ട് യുഹ്തദാ ഹിദായത്താക്കപ്പെടും. അവരെ ദിക്ർ കേട്ടാൽ മതി, അവരെ ദിക്ർ കേട്ടാൽ മതി.
അതുകൊണ്ട് ഹിദായത്താക്കപ്പെടും. അവരുടെ നൂറിനോട് യുക്തത തുടരപ്പെടുകയും ചെയ്യും. അവർക്കുള്ള മഅരിഫത്തുകൾ, ആ മഅരിഫത്തുകൾ ഓരോന്നിനോടും തുടരപ്പെടും. ആ നൂറാണ് പരിശുദ്ധ ഖുർആൻ. ആ നൂറാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ വായിൽ നിന്ന് നിർഗളിക്കുന്ന മഹത്തായ ഹിക്മത്തുകൾ. അതിനോട് തുടരപ്പെടാം. അവർ അദ്കാറുകൾ കേട്ടാൽ തന്നെ ഹിദായത്താക്കപ്പെടുകയും ചെയ്യും. മഹാന്മാരുടെ സ്വഭാവമാണത്. മുമ്പ് നാം വിശദീകരിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ വേണ്ടതുപോലെ കണ്ടാൽ, കാണലോട് കൂടെ കണ്ടവൻ വലിയാകും. അള്ളാഹുവിൻ്റെ അമ്പിയാക്കളെ കണ്ടാൽ, അവരുടെ ശബ്ദമൊന്ന് കേട്ടാൽ അതോടുകൂടെ ഇവൻ ഹിദായത്താകും. അവിടെ മഷൂറായ ചോദ്യമുണ്ട്. മഹാന്മാരായ ആരിഫീങ്ങളെ കൊടുത്ത മറുപടിയുമുണ്ട്. അബൂജഹൽ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ലായിരുന്നോ? ഉത്ബത്തും ശൈബത്തും കണ്ടിട്ടില്ലായിരുന്നോ? മദീനയിലെ ജൂത നസ്രാണികൾ കണ്ടിട്ടില്ലായിരുന്നോ? എത്ര കാഫിരീങ്ങളുടെ റസൂലുള്ളാഹിനെ കണ്ടവർ? എന്താ മറുപടി പറയും? അവരൊന്നും റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. അവർ കണ്ടത് മുഹമ്മദ് ബിൻ അബ്ദുല്ലാനെയാകുന്നു. അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദ് എന്ന പേരുള്ള ഒരു വ്യക്തിനെ കണ്ടു. യാതൊരു പ്രത്യേകതയും ഉൾക്കൊണ്ടില്ല. അതുകൊണ്ട് അവർ നന്നായില്ല. നേരെ മറിച്ച് അവർ റസൂലുള്ളാഹിനെ കാണുമെങ്കിൽ നന്നാകുമായിരുന്നു. അതന്നെയാണ് എല്ലാ ഔലിയാക്കളെയും സ്വഭാവം. അവർ മഹാനാണ് എന്ന നിലക്ക് ഏതെങ്കിലും മഹത്തുക്കളുടെ മുമ്പിൽ ഒരാൾ പോയി നിന്നാൽ അതുകൊണ്ട് അവർ നന്നാകും. അതാ വല്ലദി ഇസ്തവത് അദ്കാറുഹു അൻവാറുഹു ഫബിദിക്രിഹി യുഹ്തദാ വബിനൂരിഹി യുഖ്തദാ. ഈ പറഞ്ഞ അവസ്ഥ, അദ്കാറും അൻവാറും ഇസ്തിവ ആകുന്ന, സമമാകുന്ന ഘട്ടം. നേരത്തെ പറഞ്ഞതുപോലെ അമ്പിയാക്കൾ ജനിക്കുന്നതിന് മുമ്പേ അങ്ങനെയാണ്. ചില ഔലിയാക്കൾ അവരും അങ്ങനെ തന്നെയാണ്. മറ്റുള്ള മജ്ദൂബീങ്ങളായവരും വാസിലീങ്ങളായവരും, ഈ രണ്ട് വിഭാഗവും വാസിലായതിന്റെ ശേഷം, മജ്ദൂബായതിന്റെ ശേഷം പിന്നീട് അവർ ഇത് രണ്ടും സമന്മാരായവരായി മാറും. അങ്ങനെ ആകുമ്പോൾ അവരോടും പിന്തുടരപ്പെടും. ഒരാൾക്ക് തന്നെ ഇതിൽപ്പെട്ട മറ്റൊരവസ്ഥയിലേക്ക് മാറുന്നതിന് വിരോധമില്ല. ഇസ്തിബാഹ് ചെയ്യപ്പെട്ട മജ്ദൂബ്, വാസിലായ സാലിക്കായിരുന്ന വാസിൽ, ഇവർ പിന്നീട് അവർക്ക് ഒന്നിനേക്ക് മറ്റൊന്നിനേക്കാൾ മുൻഗണന ഇല്ലാത്തതുപോലെ രണ്ടും സമമായി നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും. ആ ഒരവസ്ഥയിലേക്ക് അവരെത്തിപ്പെടുമ്പോൾ, ഒന്ന് സാബിക്കും മസ്ബൂക്കുമല്ലാതിരിക്കുമ്പോൾ, അവരോടും യുഹ്തദാ വബിനൂരിഹി യുഖ്തദാ, ആ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടണം. അപ്പോഴേ അവര് തർബിയത്തിന് യോഗ്യരാവുള്ളൂ. വാസിലീങ്ങളെല്ലാവരും തർബിയത്തിന് യോഗ്യരായിക്കൊള്ളണമെന്നില്ല. മജ്ദൂബീങ്ങൾ, മുസ്തബയായ ആളുകൾ എല്ലാവരും തർബിയത്തിന് യോഗ്യരായിക്കൊള്ളണമെന്നില്ല. തർബിയത്തിന് യോഗ്യതമാവണമെങ്കിൽ അവരുടെ അദ്കാറും അൻവാറും സമമായി വരുന്നവരേ ആവുള്ളൂ. ഷർക്കാവിൽ വിശദമായി എഴുതുന്നുണ്ട്, ഇതിൽ ആരാണ് കാമിലീങ്ങൾ? രണ്ടും സമമായി വന്നു. എല്ലാ മർത്തബകളും അക്കബകളും തിരിയുന്ന അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടു. ഇങ്ങനെ എത്തിപ്പെടുമ്പോൾ അവരെല്ലാവരും തർബിയത്തിന് യോഗ്യരാകും. മുമ്പ് നാം വിശദീകരിച്ചതുപോലെ ചില മജ്ദൂബീങ്ങൾ ത്വരീഖുകളിൽ കൂടെ പോയവരല്ലാതിരിക്കുമ്പോൾ മറ്റുള്ള സാധാരണക്കാർ തർബിയത്താക്കാൻ അവർ യോഗ്യരായിക്കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞു. ഈ ഹിക്മത്തിന്റെ ശറയിൽ സർക്കാവി പറയുന്നുണ്ട്, അത് മുത്തലഖല്ല. ചില മജ്ദൂബീങ്ങൾ അവര് മുമ്പ് ഇക്കമൽ പറഞ്ഞതുപോലെ മുകളിൽ നിന്ന് കീഴ്പോട്ട് ഇറങ്ങി വരുന്നവരുണ്ട്. എല്ലാം പഠിക്കുന്നവരും ഒരുങ്ങുന്നവരും എല്ലാം അനുഭവിക്കുന്നവരുമുണ്ട്. മറ്റു ചിലര് അജദ്ബിന്റെ ചില ലഹ്ളത്തുകളെ കൊണ്ട് തന്നെ അടി മുതൽ
മുകൾ വരേക്കുമുള്ള നഫ്സിന്റെ എല്ലാ റിയാദകളും എല്ലാവിധ മുജാഹദകളും അവർ കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് നൽകപ്പെടുന്നവരുമുണ്ടാകും. അവരും തർബിയത്തിന് അനുയോജ്യരായി മാറും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.